അങ്ങനെ ഇന്ത്യയുടെ അടുത്ത മത്സരം വന്നെത്തിയിരിക്കുകയാണ്. ഇന്ത്യയും കാനഡയും തമ്മിലാണ് നാളെ മാച്ച് നടക്കുന്നത്. സൂപ്പർ 8ലേക്ക് ക്വാളിഫൈഡ് ആയി. അതുകൊണ്ട് നാളത്തെ മാച്ച് ഒരു ചടങ്ങ് മാത്രമാണ്. യുവതാരങ്ങൾക്ക് നാളത്തെ മാച്ചിൽ അവസരം കൊടുക്കുമെന്നാണ് റിപ്പോർട്ട്. അതുകൊണ്ട് സഞ്ജു, ജയ്സ്വാളൊക്കെ നാളെ ടീമിൽ ഉണ്ടായിരിക്കും. വിരാട് കോഹ്ലിക്ക് റെസ്റ്റ് ആയിരിക്കും. അപ്പോൾ നാളത്തെ ഇന്ത്യ കാനഡ മാച്ചിൻ്റെ കംപ്ലീറ്റ് പ്രിവ്യൂ ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. നാളത്തെ മാച്ച് ഇന്ത്യക്ക് ഒരു ചടങ്ങാണ്. ജയിച്ചാലും തോറ്റാലും യാതൊരു കുഴപ്പവുമില്ല. കാനഡ ഇന്ത്യക്ക് ഒരു എതിരാളി ആയിരിക്കില്ല. ഇന്ത്യ തന്നെ ജയിക്കുമെന്നത് 100% ഉറപ്പാണ്. നാളത്തെ മാച്ചിൽ ഇന്ത്യൻ ടീമിൽ ചില മാറ്റങ്ങൾ വന്നേക്കും. ഓപ്പണിങ്ങിൽ രോഹിത് ശർമ്മയും ജയ്സ്വാളുമായിരിക്കും ഉണ്ടാവാൻ പോകുന്നത്. വിരാട് കോഹ്ലിക്ക് റെസ്റ്റ് കൊടുക്കുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. കീപ്പറായിട്ട് ഋഷഭ് പന്ത് തന്നെയായിരിക്കും. അതുപോലെ ജഡേജ നാളെ കളിച്ചേക്കില്ല. പകരം സഞ്ജുവിന് ഒരു അവസരം കൊടുക്കും. അവസരം കിട്ടാത്ത യുവതാരങ്ങൾക്ക് നാളത്തെ മാച്ചിൽ അവസരം കൊടുക്കും. കാനഡയ്ക്കെതിരെ ഇന്ത്യ ചരിത്ര വിജയം നേടുമെന്നത് ഉറപ്പാണ്. ഇതുവരെ ഒരു മാച്ചിൽ പോലും ഇന്ത്യ തോറ്റിട്ടില്ല. കളിച്ച 4 മാച്ചിലും ജയിച്ചായിരിക്കും ഇന്ത്യ സൂപ്പർ 8ലേക്ക് കടക്കാൻ പോകുന്നത്. പക്ഷേ സൂപ്പർ 8ൽ കാര്യങ്ങൾ അത്ര ഈസി ആയിരിക്കില്ല. ഓസ്ട്രേലിയയാണ് ഇന്ത്യയുടെ എതിരാളികൾ. അപ്പോൾ നാളത്തെ മാച്ചിലുള്ള ഇന്ത്യയുടെ പ്ലേയിങ്ങിൽ നോക്കാം. രോഹിത് ശർമ്മ, ജയ്സ്വാൾ, ഋഷഭ് പന്ത്, സൂര്യ, സഞ്ജു, പാണ്ഡ്യ, അക്സർ, കുൽദീപ്, ബുംറ, സിറാജ്, അർഷദീപ് സിംഗ്. മികച്ച ഒരു 11-മായിട്ടാണ് ഇന്ത്യ നാളത്തെ മാച്ചിന് ഇറങ്ങുന്നത്. നാളത്തെ മത്സരത്തിൽ തകർത്തടിച്ചാൽ സഞ്ജുവിനെ ഇനി അങ്ങോട്ട് അവസരം കിട്ടും. നാളത്തേതൊരു പരീക്ഷണ മാച്ചാണ്. യുവതാരങ്ങൾക്ക് കളിക്കാൻ വേണ്ടി അവസരം കൊടുക്കുകയാണ്. രോഹിത് ശർമ്മ നാളത്തെ മാച്ചിൽ കളിച്ചേക്കും. പുതിയൊരു ഓപ്പണിംഗ് ജോഡിയാണ് നാളത്തെ മാച്ചിൽ പരീക്ഷിക്കാൻ പോകുന്നത്. ഇതുവരെ വന്ന റിപ്പോർട്ടിൽ പറയുന്നത് നാളത്തെ മാച്ചിൽ ഒരുപാട് താരങ്ങൾക്ക് റെസ്റ്റ് കൊടുക്കുമെന്നാണ്. ഇതുവരെ ഇറക്കാത്തവരെ ഇറക്കും. പക്ഷേ ഇത് രോഹിത് ശർമ്മയാണ്. ആരൊക്കെ ടീമിൽ വരുമെന്ന് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കില്ല. നാളത്തെ പ്ലേയിങ്ങിൽ വന്നാൽ മാത്രമേ സഞ്ജു കളിക്കുമോ എന്നത് ഉറപ്പുള്ളൂ. അപ്പോൾ ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.